ഉബൈദിൻ്റെ വീണ്ടും ഒരു ഞെട്ടിക്കൽ വീഡിയോ കണ്ടു. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു വീഡിയോ. ആ കൊച്ചു ബാലൻ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് എത്ര പേരെ വീഡിയോ കണ്ടോയെന്നറിയില്ല, ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ. അങ്ങനെ അറിയോ? അറിയോ? ഫോളോ ചെയ്തേക്കണോ? യൂട്യൂബ് ചെയ്തേക്കണോ? ഉറപ്പാ? കാണിച്ചു തരുമോ? നെറ്റ് ഞാൻ ഹോട്ട്സ്പോട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടേ നിനക്ക്? ഒന്നും വേണ്ടേ? ക്യാഷ് എണ്ണാ തരട്ടെ? 5 മണിക്ക് വരും. 8:30 പോവും. 8:30 പോവും. 5:30 കൂടെ വന്നിട്ട് 8:30 അച്ചാർ വിറ്റ് പോവും. ഉമ്മാക്ക് ജനിച്ചപ്പോഴേ കാലോട്ട് കയ്യില്ല, നടക്കാൻ പറ്റാത്ത ഉമ്മയാണ്. പാപ്പ കർണാടകയിലാണ്. ഓക്കെ, യൂട്യൂബിൽ ഫോളോ ചെയ്തോണ്ട് 200 ഉറുപ്പിക എടുത്ത് എണ്ണ പെട്ടെന്ന് റിമൂവ് ചെയ്തോ. 10 സെക്കൻഡായി, പെട്ടെന്ന് റിമൂവ് ചെയ്യ്. ഒരെണ്ണം വെച്ചെണ്ണി കേട്ടോ, പെട്ടെന്ന് എണ്ണിക്കാം. ഒരെണ്ണം വെച്ചിട്ടുണ്ടേ. എണ്ണാനൊക്കെ അറിയാലോ. ഇരുപത്തഞ്ച് സെക്കൻഡായി. ഒരെണ്ണം വെച്ചു. 22, 23, 24, 25, 26, 27, 28, 29, 80, 81, 82, 83, 84, 85, 86, 87, 88, 92. ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി കൂടുതലൊന്നും കാണിക്കാനും പറ്റില്ല, നമുക്ക് കുറച്ചൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉബൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണക്കാരുടെ ഇടയിലൂടെ പോയിട്ട് അവൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം എണ്ണാൻ കൊടുക്കുന്ന ഒരു സംഗതി. എന്നിട്ട് ആ എണ്ണിയ പണം എണ്ണിയ ആൾക്കെടുക്കാം. അദ്ദേഹത്തിൻ്റെ ചാനൽ പ്രൊമോഷന് വേണ്ടിയായിരുന്നെങ്കിൽ പോലും അത് പല ആളുകളിലോട്ടും ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം, അവനൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം. അതായത് ഒരു പയ്യൻ, ചെറിയൊരു പയ്യൻ, നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി കണ്ടില്ലേ നിങ്ങൾ? ആ ചെക്കൻ്റെ ഉമ്മ കുറേ കാലങ്ങളായിട്ട് തളർന്ന് കിടക്കുന്നൊരു ഉമ്മയാണ്. അപ്പോൾ ചെറിയ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ വന്ന് കച്ചവടം ചെയ്യുന്നൊരു പയ്യൻ. ആ പയ്യൻ്റെ, അതായത് ഈ ചെക്കൻ എത്തുന്നത്, ഉബൈദ് എന്ന് പറയുന്ന വ്യക്തി എത്തുന്നത് വളരെ കറക്റ്റായിട്ട് ഇത് ആവശ്യമുള്ള ആളുകളുടെ ഇടയിലോട്ടാണ്. അതാണ് അതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രോഗ്രാം കാണാനും അതിലെ ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും സാധിക്കുന്നത്. അങ്ങനെ ആ പയ്യൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, നീ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അവൻ കാണിച്ചു കൊടുക്കുന്നു. അവൻ 200 രൂപയുടെ നോട്ട് എണ്ണാൻ കൊടുക്കുന്നു. പാവം, ഈ വലിയ വലിയ എന്താ പറയുക, പൈസ കെട്ടുകളൊന്നും കണ്ട് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം എണ്ണുന്ന സമയത്ത് ഈ കെട്ടെല്ലാം പൊട്ടിച്ചെടുക്കാൻ തന്നെ അവന് കുറച്ച് സമയം വന്നുപോയി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 സെക്കൻഡോളം ഈ പറയുന്ന നോട്ട് എട്ടിൻ്റെ സീല് പൊട്ടിക്കാൻ തന്നെ ആയി കുട്ടിക്ക്. അവൻ എണ്ണി, അവൻ്റെ സമയം വെച്ച് അവൻ പതുക്കെ എണ്ണി. ഞാൻ ഈ ഉബൈദിൻ്റെ ടൈമറിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി എണ്ണുന്ന നോട്ടിലോട്ടല്ല എൻ്റെ കണ്ണ് പോയത്, ഞാനിവൻ്റെ ടൈമറിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ഇത്രയും നേരം ആ കുട്ടി പൈസ എണ്ണാൻ വേണ്ടിയുള്ള ആ തുടക്കത്തിനേ പോയി ഈ സീൽ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അത് എത്ര എണ്ണിയെടുക്കാം, അതിൽ സമയം ബാക്കി ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഞാൻ അവൻ്റെ ടൈമറിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ടൈം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, നന്മയുടെ ഒരു വലിയ വിളിച്ചോതൽ. ആ കുട്ടി അതിന് അർഹനായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണിൽ വെള്ളം വരും. കാരണം നമുക്കൊന്നും അങ്ങനത്തെ ഒരു വിധി വന്നിട്ടില്ല. അച്ഛനും അമ്മയും തളർന്ന് കിടക്കുന്ന രീതിയിലോട്ട് നമ്മൾ പോയിട്ടില്ല. നമുക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം വാരിത്തരാനും വയറ് നിറച്ച് എന്താ പറയുക, നമുക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി തരാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും അവരാരും തളർന്ന് കിടന്നിട്ട് നമ്മളെയും കൊണ്ട് പണിയെടുപ്പിച്ച് തിന്നേണ്ട ഗതികളിലോട്ട് വന്നിട്ടില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യന്മാരാണല്ലേ. പക്ഷേ ഈ കുട്ടിയുടെ കാര്യം നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ കർണാടകയിലാണെന്ന് പറയുന്നു. അച്ഛൻ കുടുംബം നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഉമ്മയുടെ ആ വീഴ്ച അവന് എന്താ പറയുക, അവനത് ഏറ്റെടുത്തിട്ട് റോട്ടിലോട്ട് വന്ന് അവനെ കൊണ്ട് കഴിയുന്ന പോലെ കച്ചവടം ചെയ്ത് ആ തുക ഉമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് സന്തോഷകരമായിട്ട്
ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എത്ര സന്തോഷമാണെന്ന് പറഞ്ഞാലും എന്താ പറയുക, പരിമിതികളുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ടൈമറിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഉബൈദിനോട് ഒരിക്കൽ കൂടി നന്ദി പറയണം തോന്നി. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നു 30 സെക്കൻഡിൽ അത് നിൽക്കരുതേ എന്ന്. അത് 40 സെക്കൻഡായി, 50 സെക്കൻഡായി, 60 സെക്കൻഡായി, 70 സെക്കൻഡായപ്പോഴാണ് ഈ പറയുന്ന പോലെ ഉബൈദ് അതൊന്ന് ഓഫ് ചെയ്തത്. ആ സമയത്തിനുള്ളിൽ കുട്ടിക്ക് കഴിയുന്നൊക്കെ കുട്ടി എണ്ണി എടുത്തിട്ടുണ്ട്. ആ പൈസ നിനക്കാണെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അതൊക്കെ ഞാൻ പറയാൻ എന്താ അറിയോ, നമ്മൾ എന്ത് ചെയ്താലും 1000 രൂപയാണെങ്കിലും അർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വാല്യുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മളൊരാളെ സഹായിക്കുകയാണ്. എനിക്കങ്ങനെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലാണ്, അവർ ഹോസ്പിറ്റലാണ്, ഇവർ ഹോസ്പിറ്റലാണ്, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വേഗം പൈസ അയച്ചു കൊടുക്കുമല്ലോ, വേഗം പൈസ അയച്ചു കൊടുക്കും. ഈ പൈസ കൊണ്ട് ഇവൻ പോണത് ബീവറേജിക്ക് സാധനം വാങ്ങാനാണ്. അതായത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇവൻ്റെ ഒരു പ്രശ്നം പറയുമ്പോൾ, ഹോസ്പിറ്റൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മളത് എടുത്തു കൊടുക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ആ ഹോസ്പിറ്റലിൽ ആ ചികിത്സ മുടങ്ങരുത്, അല്ലെങ്കിൽ ആ മരുന്ന് കിട്ടാതിരിക്കരുത് എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ആ പൈസ പോകുന്നത് ബീവറേജിക്കാണെന്ന് പറയുമ്പോൾ നെഞ്ച് തകർന്നു പോകും. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ 1 രൂപ കൊടുക്കുമ്പോൾ അത് അർഹരായിട്ടുള്ള കൈകളിൽ എത്തണമെന്ന് ഞാൻ എൻ്റെ രക്ഷണ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ 1 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് അർഹിക്കുന്നവൻ്റെ കയ്യിലോട്ടാണ് എത്തിക്കേണ്ടത്. അത് ചിലപ്പോൾ കൊടുക്കുന്ന നിസ്സാരമായിട്ടുള്ള 2000, 3000, 5000, ചിലപ്പോൾ 50,000, 1,00,000 ഒക്കെ കൊടുത്ത് പല കേസുണ്ട്. ഞാൻ പറയാം, ഒരു മരുന്ന് വാങ്ങാൻ ഇപ്പോൾ ആവശ്യം 3000 രൂപയാണ്. അവനപ്പോൾ 10,000 രൂപയുടെ ആവശ്യമോ അല്ലെങ്കിൽ 50,000 രൂപയുടെ ആവശ്യമില്ല, അവൻ്റെ ആ മരുന്ന് വാങ്ങാനുള്ള പണം വേണം. അപ്പോൾ കൃത്യമായിട്ട് ആ പണം അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് മരുന്നായിട്ട് മാറും. ഇല്ല എങ്കിൽ ബീവറേജിലെ ഈ പറയുന്ന ക്യൂവിലൊരു അറ്റത്ത് ഈ വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക്. അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പറ്റാറുണ്ട്. എങ്കിൽ പോലും നമ്മളൊരാൾ സഹായം ചോദിക്കുമ്പോൾ ഇല്ല എന്നോ, ഇപ്പോൾ ഞാനൊന്ന് ചുരുക്കി. ഇപ്പോൾ ഞാൻ അങ്ങനെ ഫേസ്ബുക്കിലൂടെ ഒക്കെ വന്നിട്ട് എനിക്ക് 1000 തരുമെന്ന് ചോദിച്ച് ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ രക്ഷണ കുടുംബം വഴി കൊടുക്കും. അപ്പോൾ രക്ഷണത്തിന് ബന്ധപ്പെടും, ആ പഞ്ചായത്തിലെ ആളെ ബന്ധപ്പെടും, ഇന്ന ആളെ അറിയുമോ, ആളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ അന്വേഷിക്കും. വിത്തിൻ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്കത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിൽ നിന്നും കിട്ടും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറയും വേണ്ട കേട്ടോ, അത് ഇതിനല്ല, അവിടെ ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ വിളിച്ച് പറയും. ചിലപ്പോൾ പറയും ഇച്ചിരി സീരിയസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 1000 കൊടുക്കുക ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ ചിലപ്പോൾ 10,000 കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഉബൈദ് ചെയ്ത ആ ഒരു വലിയൊരു കാര്യം ഉബൈദിനറിയാം. ഉബൈദ് അത് അറിയാണ്ട് ചെയ്തു പോകും. ഉബൈദ് എന്നല്ല, ഏതൊരു മനുഷ്യനായാലും ഇങ്ങനെ ആ ഒരു കുട്ടിയുടെ കഥ കേട്ടിട്ട് പിന്നെ അവിടെ 30 സെക്കൻഡിൽ നിർത്താനൊന്നും നോക്കില്ല. 2 കസ്റ്റമർ അങ്ങോട്ട് ആ വീഡിയോ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. 2 പേര് കൊടുക്കുന്നത് ഈ കുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഉബൈദ് ചെയ്തത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. ആ കുട്ടിക്ക് ആ പൈസ വലിയൊരു ഉപകാരം. കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കുട്ടി. ഇനി എനിക്ക് പറയാനുള്ളത്, ആരും ഈ കുട്ടിയെ തേടിപ്പോയി അന്വേഷിച്ച് ഒരുപാട് സഹായങ്ങൾ കൊടുത്തിട്ട് ആ കുട്ടിയുടെ നല്ല മനസ്സിനെ കെടുത്തരുത്. അതും കൂടി ഞാൻ പറയുകയാണ്. ആ കുട്ടിക്കിപ്പോൾ ജീവിതത്തിലോട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു വലിയ എന്താ പറയുക, ഊർജ്ജം അവൻ്റെ ഉള്ളിലുണ്ട്. ഉബൈദ് കൊടുത്ത പണം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് നടക്കും. ഓക്കെ, അവൻ്റെ ഉള്ളിലെ ഊർജ്ജം കെടില്ല അപ്പോഴും. പക്ഷെ നമ്മളിലെ പല ആളുകളും ഈ ഒരു വിഷയം വരുമ്പോൾ പോയിട്ട് അവിടെ സഹായിക്കാനും അവിടെ പ്രശ്നങ്ങൾ തീർക്കാനൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കും, കുറേ പൈസ കൊടുക്കും. അതോടുകൂടി ആ കുട്ടികളുടെ പ്രശ്നം തീരും, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നം തീരും. പക്ഷേ ഇവൻ്റെ മുന്നോട്ട് പോകാനുള്ള ആ ഊർജ്ജം അങ്ങോട്ട് ഇല്ലാണ്ടാവും. ഉമ്മ വയ്യണ്ടായി കിടന്നപ്പോൾ ഈ ചെക്കൻ എണീറ്റ് ആ കുടുംബത്തെ നോക്കാൻ വേണ്ടി പഠിപ്പിനിടയിലും വന്ന് കച്ചവടം ചെയ്യുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് അവൻ്റെ ഒറിജിനൽ നാച്ചുറാണ്. അത് അവനത് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു കടത്തം കാണുമ്പോൾ അവനത് ചെയ്യാൻ തോന്നും. അതൊരു നല്ല മകന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഇനി നമ്മൾ കുറേ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവനെ സഹായിക്കണമെന്നൊന്നും അല്ല കേട്ടോ, അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ ഈ ഒരു ഊർജ്ജം നഷ്ടപ്പെടും. അതാ പ്രശ്നം. ആ ഊർജ്ജം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അവൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഊർജ്ജക്കുറവുണ്ടാവും. മറ്റുള്ളവർ ഉമ്മാനെ നോക്കും, മറ്റുള്ളവരത് ചെയ്യുമെന്നൊക്കെ തോന്നുമ്പോൾ അവൻ്റെ ഉത്തരവാദിത്തം നിന്ന് ചിലപ്പോൾ അവൻ പിന്മാറും. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പോയി കുറേയൊന്നും കൊണ്ടു കൊടുക്കരുത് ആ കുട്ടിക്ക്. ആ കുട്ടി ഇങ്ങനെ തന്നെ വളരട്ടെ, അവൻ്റെ ഉമ്മാനെ എങ്ങനെ നോക്കാൻ അവൻ തന്നെ പ്രാപ്തനാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ ആ കുട്ടി വളരട്ടെ. അങ്ങനെ വളരുമ്പോൾ ജീവിതകാലം മുഴുവൻ ആ ഉമ്മയെ അവനങ്ങനെ പൊന്നുപോലെ നോക്കും. നമ്മൾ കൊണ്ടുപോയി കുറേ പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചിന്താഗതിയിലോട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അറിയാലോ, ലഹരിക്കടിമയാകുന്നത് പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ അപേക്ഷിച്ചിട്ട് അവൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി ഉമ്മ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അച്ചാർ പാക്കറ്റ് എടുത്തിട്ട് ഓടുകയാണ്.
അവർ മറ്റ് ആളുകളോട് കൂട്ടുകൂടാനോ അതിനുള്ള സമയമൊന്നുമില്ല. അങ്ങനെ സമയമില്ലാതിരിക്കാനാണ് ഈ പ്രായത്തിൽ ആ കുട്ടിക്ക് നല്ലത്. അതുകൊണ്ട് ഒരുപാട് കൊണ്ടുപോയി നമ്മൾ ആ കുട്ടിയെ നശിപ്പിക്കരുത് എന്നൊരു ഒരു വലിയ ഇതുണ്ട്. എന്തെങ്കിലും നിങ്ങൾ അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അവനൊരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ അവനറിയാതെ അതിലോട്ട് കുറച്ച് ഫണ്ട് ഇട്ട് കൊടുത്തോ. എന്നിട്ട് അവനൊരു 18 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോൾ അവനോട് പോയി പറഞ്ഞു അതാ നിൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ട് എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല. ഒരിക്കലും അവൻ ആ പണം കൊടുത്തിട്ട് അവനെ നശിപ്പിക്കരുത്, അവൻ്റെ ഉള്ളിലെ ഊർജ്ജം കെടുത്തരുത്. ഇപ്പം നല്ലൊരു വെളിച്ചമുണ്ട് ആ കുട്ടിയുടെ മുഖത്ത്. അത് അവൻ ആ അമ്മയെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക ഊർജ്ജമാണ് ആ മുഖത്ത് കാണുന്നത്. അപ്പോൾ എന്തായാലും ഉബൈദിനും ഉബൈദിന് ഈ ഫണ്ടുകൾ കൊടുക്കുന്ന സ്പോൺസർമാർക്കൊക്കെ എൻ്റെ വളരെ വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലെ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുക, അർഹരായവരുടെ കൈകളിലോട്ട് നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ചെറിയ സമ്മാനം അല്ല വലിയ സമ്മാനം എത്തിക്കുക. നന്ദി, നമസ്കാരം.